റൈഡ് അങ്ങ് പോവുക. ഒന്ന് മാറി ഇരുന്നു കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ തെറിച്ചിട്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഒരു റൈഡ് പോയിട്ട് വന്ന് നമുക്ക് കാണാം കേട്ടോ. കണ്ടോ എത്ര വെറൈറ്റി ആണെന്ന് അറിയാമോ നമ്മൾ മാംഗോ മെഡസിൽ ഇറക്കിയിരിക്കുന്നത്. ബൈക്കുകളുടെ ഒരു വമ്പൻ കളക്ഷൻ ഉണ്ട്. ഹാർലി ഡേവിഡ്സൺ പല വെറൈറ്റി ബൈക്കുകൾ, അതോടൊപ്പം കാറുകൾ, ഓഡി, BMW, ഹമ്മർ, അങ്ങനെ പല വെറൈറ്റി ആണ്. ഇതെല്ലാം എനിക്ക് വേണ്ടിയല്ല കേട്ടോ, എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ എന്റെ മേളിൽ കയറിയിരുന്നേ ഉള്ളൂ. ഞാൻ വേറെ ഒരു 50 കിലോയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ 100 കിലോ വെയിറ്റ് ആണ് കമ്പനി വണ്ടിക്ക് പറയുന്നതെങ്കിലും 70 കിലോ വരെ നമുക്കുള്ള കുട്ടികൾക്ക് ഇതിൽ കയറാൻ പറ്റും. ഞാൻ പറഞ്ഞ കാറ്റഗറി ക്രൈറ്റീരിയ മറക്കണ്ട. 1 മീറ്റർ ആണ് ഉയരം, ഇല്ലെങ്കിൽ 100 സെന്റിമീറ്റർ വരെയുള്ള ഉയരമുള്ള കുട്ടികൾക്കെല്ലാം ഈ റൈഡുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാംഗോ മെഡോസിൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്കിത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ പിള്ളേരുടെയൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ഒരു സൈക്കിൾ കിട്ടാൻ തന്നെ എത്ര നാൾ കാത്തിരുന്നിട്ട് ഒരു സൈക്കിളൊക്കെ കിട്ടിയെന്ന് അറിയാമോ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. ഞാൻ വെറുതെ ഒന്ന് റൈഡ് എടുത്താണ് കേട്ടോ. അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ നോക്കിക്കേ, ഇവിടെ സീബ്ര ലൈൻ ആണുള്ളത്. ഞാൻ അവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരെങ്കിലും ഒക്കെ ക്രോസ് ചെയ്ത് പോകണം. നമ്മളെ മെയിൻ റോഡുകളിലൊക്കെ ട്രാഫിക്കിൽ സീബ്ര ലൈൻ വഴി ആൾക്കാർ ക്രോസ് ചെയ്ത് പോയില്ല. അതുപോലെ ഇതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്കൊരു ക്ലാസ്സും കൂടെ. കാരണം ഈ ഒരു ഇതിനെക്കുറിച്ച്, ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതും കൂടെ നമ്മുടെ ഒരു ഉദ്ദേശത്തിൽ വരുന്നതാണ്. കാരണം നമ്മുടെ മാംഗോ മെഡോസിൽ വരുന്ന ഏറ്റവും കൂടുതൽ അപൂർവമായിട്ടുള്ള ചെടികളെ, മരങ്ങളെ കുറിച്ച് പഠിക്കാനും അതേപോലെ തന്നെ എല്ലാം ഓരോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും നമ്മൾ മാംഗോ മെഡോസിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ നമ്മുടെ ട്രാഫിക് റൂൾസുകളെ, 1 വേ ലൈൻസ്, ഹൈവേ ലൈൻസ്, ഏത് ലൈനിൽ കൂടെ പോകണം, ഏത് ലൈനിൽ കൂടെ തിരിച്ചു വരണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വെറുതെ ഒരു കളിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, അവർക്കൊരു ട്രാഫിക് അവയർനെസ്സും കൂടെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മാംഗോ മെഡോസിന്റെ പുതിയ പരിപാടി. അപ്പൊ എന്തായാലും ഇതേ നോക്കിക്കേ, ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് തകർത്തങ്ങ് പോയാലോ. പിള്ളേരൊക്കെ അങ്ങ് എൻജോയ് ചെയ്ത് പോട്ടെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.